ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗാർലിക് റൈസാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഗാർലിക് റൈസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് 1 കപ്പ് ബിരിയാണി അരി സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി അരി 15 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. മാറ്റി വെച്ച ശേഷം 1/4 കപ്പ് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാം തന്നെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം ബിരിയാണി അരി കുക്ക് ചെയ്യാനായിട്ട് 3 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ചേക്കുന്ന ബിരിയാണി അരി ചേർക്കാം. ഇനി നന്നായി ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ അരി വേവിച്ചെടുക്കാം. അരി ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അരി വേകാനായിട്ട് എനിക്ക് ടോട്ടൽ ഒരു 10 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗീ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1/4 കപ്പ് വെളുത്തുള്ളി ചേർക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. വെളുത്തുള്ളി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ വെളുത്തുള്ളി എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബിരിയാണി റൈസ് ഉടഞ്ഞു പോവാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് ഇളക്കി കൊടുക്കാം. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി റെസിപ്പിയാണിത്. കാരണം ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഗാർലിക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അവസാനമായിട്ട് ഒരു 1/2 സ്ലൈസ് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗാർലിക് റൈസിൽ ഫ്രൈഡ് റൈസിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ സോയ സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാതെ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ തന്നെ ഗാർലിക് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈസി ഗാർലിക് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.